നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മഴക്കെടുതി നേരിടാൻ തദ്ദേശ ഭരണവകുപ്പ് കൺട്രോൾ റൂം തുറന്നു. 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴ കനത്തതോടെ കൊച്ചിയും തൃശൂരും കോഴിക്കോടും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വെള്ളക്കെട്ട് പ്രതിസന്ധി രൂക്ഷമാണ്. മുന്നൊരുക്കങ്ങളുടെ അഭാവമുണ്ടായെന്നാരോപിച്ച് തൃശൂരിൽ പ്രതിപക്ഷം കോർപ്പറേഷൻ കൗൺസിലിനെതിരെ രംഗത്തെത്തി. കുട്ടനാട്ടിലും വെള്ളക്കെട്ട് പ്രതിസന്ധി ജനത്തെ വലച്ചു. മഴ കനത്തതോടെ കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലും കലൂർ ആസാദ് റോഡിലും വെള്ളക്കെട്ട് യാത്രക്കാരെ വലച്ചു. ഗതാഗതവും തടസ്സപ്പെട്ടു. കാക്കനാട് അത്താണി കീരേലി മലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയതോടെ മൂവാറ്റുപുഴ ആറിന്റെയും തൊടുപുഴ ആറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നാരോപിച്ച് കൊച്ചിയിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു. തൃശൂരിൽ 2 ഫ്ളാറ്റുകളിലും അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയതിനെ തുടർന്ന് കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കോട്ടയം ഓണംതുരുത്തിൽ യുവാവ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. പന്തീരങ്കാവിൽ ദേശീയപാതയുടെ സർവീസ് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്ന് വീടുകൾക്ക് മുകളിലേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കയത്ത് മരം കടപുഴകി വീഴുന്നതിനിടെ സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നന്മണ്ട ചീക്കിലോട് മതിൽ തകർന്ന് വീടിന് മുകളിലേക്ക് പതിച്ചു. മലപ്പുറത്ത് പലയിടങ്ങളിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. തേഞ്ഞിപ്പാലം പള്ളിക്ക് ബസാറിൽ വീടുകളിൽ വെള്ളം കയറി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തി വിലക്ക് തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ പ്രതീക്ഷിക്കാമെന്നും ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. GST വകുപ്പിന്റെ പരിശോധനയിൽ സംസ്ഥാനത്ത് 1170 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. സംസ്ഥാന GST ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ആക്രി കച്ചവടത്തിന്റെ മറവിൽ വ്യാജ ബില്ല് ചമച്ചാണ് തട്ടിപ്പ്. തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് അതിഥി തൊഴിലാളികളിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ID കാർഡുകൾ ഉപയോഗിച്ച് അവരുടെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുക്കും. പിന്നാലെയാണ് നികുതി തട്ടിപ്പ് നടത്തുന്നത് എന്നും ഇത്തരത്തിലുള്ള സംഘം സജീവമെന്നും കണ്ടെത്തി. സംസ്ഥാനത്താകെ 7 ജില്ലകളിലായി 100-ലേറെ കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. മലപ്പുറം പൊന്നാനിയിൽ പോലീസ് ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചു. ഭാര്യയ്ക്ക് ജീവനാംശം നൽകുന്നില്ല എന്ന കേസിൽ വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറാണ് ജയിലിൽ കിടന്നത്. പരാതിയുമായി ബന്ധുക്കൾ കോടതിയെ സമീപിച്ചതോടെ യുവാവ് ജയിൽ മോചിതനായി. ജീവനാംശം നൽകുന്നില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തിരൂർ കുടുംബ കോടതിയിൽ നിന്നുള്ള വാറന്റ് ഉണ്ടായിരുന്നു. പോലീസ് നേരെ പോയത് ആലുങ്ങൽ അബൂബക്കറിന്റെ വീട്ടിൽ. ആലുങ്ങൽ അബൂബക്കറിന്റെ പേരിൽ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭാര്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആളുമാറിയ വിവരം അബൂബക്കർ അറിയിച്ചെങ്കിലും പോലീസ് വഴങ്ങിയില്ല. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഭാര്യയ്ക്ക് ജീവനാംശമായി 4 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. തുകയില്ലെന്ന് പറഞ്ഞതോടെ 6 മാസം തടവിനും ശിക്ഷിച്ചു. എന്നാൽ സംശയം തോന്നിയ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതി വടക്കേപ്പുറത്ത് അബൂബക്കറാണെന്ന് വ്യക്തമാകുന്നത്. കോടതിക്ക് കാര്യം ബോധ്യപ്പെട്ടതോടെ യുവാവിനെ കോടതി ജയിൽ മോചിതനാക്കി. തിരൂര് കുടുംബ കോടതി കൊടുന്നു. അവിടെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. പൈസ ആണ് അവർക്ക് വേണ്ടത്. പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്ര വലിയ തുക അടക്കം ഞാൻ വലിയ പ്രതിയായിട്ടൊന്നുമല്ല. ഞാൻ വലിയ പ്രതിയല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ജഡ്ജി 4 ദിവസം കൊടുക്കാൻ പറ്റില്ല. ചെന്നപ്പോൾ എനിക്ക് പറഞ്ഞു എന്നാൽ ഓക്കെ, എന്തായാലും തവന്നൂര് ജയിലിൽ കിടക്കേണ്ടി വരും പറഞ്ഞു. 6 മാസം. അതിന് ഞാനവിടുന്ന് അവർ ജീപ്പിൽ എന്താക്കി എന്നെ അവിടേക്ക് ജയിലുണ്ടാക്കി. കേസിലെ യഥാർത്ഥ പ്രതി അബൂബക്കർ വിദേശത്താണെന്നാണ് വിവരം. 2 പേരുടെയും പിതാവിന്റെ പേര് ഒന്നായതാണ് വീഴ്ചയ്ക്കിടയാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസിനെതിരെ പരാതി നൽകാനാണ് അബൂബക്കറിന്റെ തീരുമാനം. 24 തിരൂർ. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. മോചനത്തിന് വഴിയൊരുങ്ങുന്നു.
സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യമായ 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. ഈ തുകയ്ക്കുള്ള ചെക്ക് ഇന്ത്യൻ എംബസി റിയാദിലെ ഗവർണറേറ്റിന് കൈമാറും. മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് നടന്നത്. മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ, അതായത് 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. എംബസി നിർദ്ദേശിച്ചത് പ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം നൽകിയതെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഇന്ത്യൻ എംബസി ഇനി ഈ തുകയ്ക്കുള്ള സർട്ടിഫൈഡ് ചെക്ക് റിയാദിലെ ഗവർണറേറ്റിന് നൽകും. ശേഷം വാദിഭാഗവും പ്രതിഭാഗവും ഗവർണറേറ്റിൽ വെച്ച് അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. ഒപ്പുവെക്കുന്ന ഈ കരാറും അനുബന്ധ രേഖകളും ഗവർണറേറ്റ് കോടതിക്ക് കൈമാറും. രേഖകൾ പരിശോധിച്ച ശേഷം കോടതി റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കും. വധശിക്ഷ റദ്ദ് ചെയ്യുക, അബ്ദുറഹീമിനെ ജയിൽ മോചിതനാക്കി നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നിവയാണ് പ്രധാനമായും തുടർന്ന് നടക്കാനുള്ളത്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. IT പാർക്കിലും മദ്യശാല. സംസ്ഥാനത്തെ IT പാർക്കുകളിലെ മദ്യശാലകൾ ഈ വർഷം തന്നെ ആരംഭിക്കും. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് നിർദ്ദേശങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകി. 20 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് മദ്യശാലകളുടെ പ്രവർത്തനം. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനം. അബ്കാരി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നതോടെ പ്രതിപക്ഷത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ ബാബുവും എതിർപ്പുന്നയിച്ചു. ഇതോടെ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. വിശദ ചർച്ചകൾ നടന്നപ്പോഴും പ്രതിപക്ഷം എതിർപ്പ് ആവർത്തിച്ചു. ഇത് തള്ളിയാണ് സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. IT പാർക്കുകൾക്ക് FL4C ലൈസൻസ് ആയിരിക്കും നൽകുക. ലൈസൻസ് ഫീസ് 10 ലക്ഷമാക്കണമെന്നായിരുന്നു IT വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ 20 ലക്ഷം വേണമെന്ന എക്സൈസ് വകുപ്പിന്റെ ആവശ്യം അംഗീകരിച്ചു. രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരിക്കും പ്രവർത്തന സമയം. പ്രവർത്തന പരിചയവും സർക്കാർ നിശ്ചയിക്കുന്ന വാർഷിക വിറ്റുവരവുമുള്ള കമ്പനികൾക്കാണ് നടത്തിപ്പിന് അനുമതി. ബാർ നടത്തിപ്പുകാർക്ക് പാർക്കുകളിൽ മദ്യം നൽകുന്നതിന് അനുമതി ഉണ്ടാകില്ല. സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിലായിരിക്കും മദ്യശാലകൾ. ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് തീരുമാനമെടുക്കാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുന്ന മുറയ്ക്ക് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. 24 തിരുവനന്തപുരം. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറിനെ സഭാ ആസ്ഥാനമായ തിരുവനന്തപുരം LMS കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഭാഗം ഇറക്കിവിട്ടു. സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി TT പ്രവീണിന്റെ നേതൃത്വത്തിൽ ബിഷപ്പിനെ ഇറക്കിവിട്ടത്. ബിഷപ്പ് കാറിൽ പുറത്തേക്കിറങ്ങിയെങ്കിലും മറുവിഭാഗം വാഹനം തടഞ്ഞു. ഇരുവിഭാഗവും ചേരി തിരിഞ്ഞ് നിലയുറപ്പിച്ചതോടെ LMS കോമ്പൗണ്ടിന് മുന്നിൽ സംഘർഷാവസ്ഥയാണ്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തുടരുന്ന തർക്കമാണ് സംഘർഷാവസ്ഥ വരെ എത്തിയത്. സബ് കളക്ടർ സ്ഥലത്തെത്തി ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ചക്കക്കൊമ്പൻ ഇറങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയിറങ്കൽ ഡാമിന് സമീപമാണ് കാട്ടാനയെത്തിയത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. RRT സംഘമെത്തി ആനയെ ശങ്കരപാണ്ഡിമെട്ടിലേക്ക് തുരത്തി. ആന വീണ്ടും ദേശീയപാതയിൽ ഇറങ്ങാൻ സാധ്യത ഉള്ളതിനാൽ RRT നിരീക്ഷണം തുടരുകയാണ്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മാലക്കാപ്പ് കാട്ടുനായ്ക്ക കോളനിയിലെ വാസുവിനാണ് പരിക്കേറ്റത്. വനാതിർത്തിയോട് ചേർന്നുള്ള വഴിയിലൂടെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. പരിക്കേറ്റ വാസുവിനെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര. കാറിന്റെ പിൻ ഡോറുകളിൽ ഇരുന്ന് പാട്ടുപാടിയാണ് യാത്ര ചെയ്തത്. കാറിന്റെ പിന്നിലെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മുംബൈ ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി 7 തൊഴിലാളികൾ മരിച്ചു. 30ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു.
ഉച്ചയ്ക്ക് 1:30യോടെയാണ് കല്യാൺ ഡോംബിവലി MIDCയിലെ ഫേസ് 2 പൊട്ടിത്തെറി ഉണ്ടായത്. കെമിക്കൽ ഫാക്ടറികളിൽ ഒന്നിലെ ബോയിലറിൽ സ്ഫോടനമുണ്ടാവുകയായിരുന്നു. 2 കിലോമീറ്ററോളം ദൂരത്തേക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടു. പ്രദേശത്തെ കെട്ടിടങ്ങൾ കുലുങ്ങി, ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. സമീപത്തെ മറ്റ് ഫാക്ടറികളിലേക്കും തീ പടർന്നു. 15ഓളം ഫയർ എഞ്ചിനുകൾ ഏറെ നേരം പണിപ്പെട്ടാണ് തീയണച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. 2016-ൽ MIDCയിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. 24 മുംബൈ. 6ാം ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി 58 മണ്ഡലങ്ങളാണ് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മനോഹർലാൽ ഖട്ടർ, മെഹബൂബ മുഫ്തി, മേനക ഗാന്ധി, ധർമ്മേന്ദ്ര പ്രധാൻ, സംബിത് പാത്ര, ബാൻസു സ്വരാജ്, അഭിജിത്ത് ഗംഗോപാധ്യായ, സോംനാഥ് ഭാരതി, കനയ്യകുമാർ തുടങ്ങിയവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്നും താൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധസമിതി തന്നെ കർത്താർപൂർ ഇടനാഴി യാഥാർത്ഥ്യമായിരുന്നെന്നും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. आतंकवादियों को घर में घुसकर मारने का साहस, दूसरी तरफ इंडी वाले हैं जो आतंकवादियों के एनकाउंटर पर आंसू बहाते हैं. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹിയിലെ പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. അത്യന്തം ആവേശകരമായാണ് ഡൽഹിയിലെ പരസ്യപ്രചരണം അവസാനിച്ചത്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഡൽഹിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിനെ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കുന്നതിനെതിരെ സ്വാതി മാലിവാൾ MP. ഇരയായ താൻ വീണ്ടും അപമാനിക്കപ്പെടുന്നു. നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അതിക്രമത്തിൽ കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് സ്വാതി മാലിവാൾ രംഗത്തെത്തി. തന്നെ ആക്രമിച്ചത് ആരുടെങ്കിലും നിർദ്ദേശാനുസരണമാണോ എന്നറിയില്ല. സംഭവ സമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും താൻ ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും സ്വാതി മാലിവാൾ പറഞ്ഞു. ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സ്വാതി മാലിവാളിന്റെ പ്രതികരണം. वो पार्टी आज विभव कुमार को बचाने के लिए अरविंद केजरीवाल जी के साथ सड़क पे उतरती है. महिला नेता सड़क पे उतरते हैं. तो मेरे बहुत सारे सवाल हैं और मैं इस वक्त बहुत आहत हूँ. मैं बहुत अकेली हूँ और मुझे धमकाया गया था कि तुम्हें ख़त्म कर देंगे. पर मैं इतना बता दूँ कि मैं ख़त्म नहीं होंगी. मैं सच बोल रही हूँ और मुझे ऐसा लगता है कि सच में बहुत शक्ति है. ലൈംഗിക അതിക്രമ കേസിൽ വിദേശത്ത് കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ സാധ്യത. കർണാടക സർക്കാർ നൽകിയ കത്ത് പരിശോധിക്കുകയാണെന്നും തുടർ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം പ്രജ്വൽ ഉടൻ തിരിച്ചെത്തി വിചാരണ നേരിട്ടില്ലെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് JDS അധ്യക്ഷൻ HD ദേവഗൌഡ മുന്നറിയിപ്പ് നൽകി. 27 ദിവസമായി വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കാൻ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കർണാടക സർക്കാർ. ഇതിനായി പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിനുമേൽ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പ്രജ്വൽ വിദേശത്തേക്ക് കടന്നതും 6ഓളം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തതും ഇതേ പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇന്ത്യയിൽ അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടും നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നാണ് കർണാടക സർക്കാരിന്റെ ചോദ്യം. എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച 2ാമത്തെ കത്തിൽ മന്ത്രാലയത്തിന്റെ അനുകൂല പ്രതികരണമുണ്ടായെന്നാണ് സൂചന. അതേസമയം പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ താക്കീതുമായി JDS അധ്യക്ഷൻ HD ദേവഗൌഡ രംഗത്തെത്തി. പ്രജ്വൽ ഉടൻ നാട്ടിലെത്തി വിചാരണ നേരിടണമെന്ന് ദേവഗൌഡ ആവശ്യപ്പെട്ടു. ഇനിയും തിരിച്ചു വന്നില്ലെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും നിലപാട്. 24 ബംഗളൂരു.
ആലപ്പുഴ എടത്വായിൽ പൊതുസ്ഥലത്തെ മദ്യപാനം അന്വേഷിക്കാനെത്തിയ എടത്വ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുത്തു. എടത്വ തായങ്കരി റോഡിൽ തായങ്കരി ഭാഗത്ത് നിർത്തിയിട്ട 2 കാറുകളിലായി മദ്യപാനം നടക്കുന്നുവെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഈ സമയം കാറിലുണ്ടായിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് പനപറമ്പിൽ, കുര്യൻ പനപറമ്പിൽ, അമൽ കുര്യൻ, ജോർജ് കുട്ടി എന്നിവർ ചേർന്ന് പോലീസിനെ കയ്യേറ്റം ചെയ്തു എന്നാണ് കേസ്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. എന്റെ ഡ്യൂട്ടി റോഡിലല്ല, മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ വെള്ളം കൂട്ടക്കുരുതിയിൽ നടപടിയില്ല. പെരിയാറിന് പിന്നാലെ ഇരുമ്പനം ചിത്രപ്പുഴയിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ട്. കമ്പനികൾ പെരിയാറിലേക്ക് അനധികൃതമായി രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. കടമ്പ്രയാറിന്റെ കൈവഴിയായി ഒഴുകുന്ന ചിത്രപ്പുഴയിൽ ഇന്ന് ഉച്ചയോടെയാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണം ഇനിയും വ്യക്തമല്ല. അതേസമയം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായ വകുപ്പിനെയും മലിനീകരണ നിയന്ത്രണ ബോർഡിനെയുമാണ് ജലവിഭവ വകുപ്പ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കും. കർഷകർക്ക് സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ലാബിൽ ഫിഷറീസ് കുഫോസിന്റെ ലാബിൽ സെൻട്രൽ ലാബിലേക്ക് മത്സ്യത്തിന്റെ ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ, അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അതിന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. സംഭവത്തിൽ കുഫോസിലെ വിദഗ്ധ സമിതി പരിശോധന ആരംഭിച്ചു. മത്സ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ പാതാളം റെഗുലേറ്ററി ബ്രിഡ്ജ് തുറക്കുന്നതിനായി പുതിയ പ്രോട്ടോകോൾ തയ്യാറാക്കും. സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന മത്സ്യ കർഷകരുടെ നഷ്ടം നികത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സഹായ സമിതിയിൽ ഭിന്നത. പ്രാരംഭ ചർച്ചയ്ക്ക് വേണ്ട പണപ്പിരിവിനെ ചൊല്ലിയാണ് തർക്കം. ചർച്ചയുടെ ഭാഗമായി 38 ലക്ഷം രൂപ വേണമെന്ന് ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് 24നോട് പറഞ്ഞു. സഹായ സമിതിയുടെ തീരുമാനപ്രകാരമല്ല പണപ്പിരിവെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സഹായ സമിതിക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് എന്ന സംഘടന പണപ്പിരിവ് നടത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തു വന്നതോടെയാണ് ഭിന്നത ഉടലെടുത്തത്. ആരൊക്കെ എത്ര പണം വീതം നൽകിയെന്ന് അറിയാനാണ് DMCയുടെ അക്കൗണ്ടിലേക്ക് പണം പിരിച്ചതെന്നാണ് സംഘടനയുടെ ചെയർപേഴ്സണും സേവ് നിമിഷപ്രിയ ആക്ഷൻ സമിതിയുടെ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ വിശദീകരണം. ആദ്യ കാലങ്ങളിൽ തന്നെ ഫണ്ട് ചോദിച്ചിട്ടുമുണ്ട്, ആൾക്കാർ നമുക്ക് ഇട്ടു തന്നിട്ടുമുണ്ട്. അപ്പം ചിലർ വ്യക്തിപരമായിട്ട് തരും. ഗോത്ര തലവന്മാരെ 2 പേരെയും കൂടെ കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ഇനി ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന ചർച്ചയായിരിക്കാം. അപ്പം അതിലേക്ക് അവിടെ വരുന്ന ലോയേഴ്സ് പിന്നെ ആരെയൊക്കെ ഈ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെടുത്തണം അതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ലോയറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ എക്സ്പെൻസിലേക്കാണ് ഈ പൈസ യൂസ് ചെയ്യുക. പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി പണം വേണമെന്ന വാദത്തെ തന്നെ തള്ളുകയാണ് എതിർവിഭാഗം. കുടുംബവുമായി നേരിട്ട് ചർച്ചകൾ നടത്തുക, അതിന് പ്രീ നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്നേ വരെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ആദ്യമായി ഇത്തരം ഒരു ആവശ്യവുമായി വരുന്നു, അതൊരു സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നു. ആ സമയത്ത് ഈ സംഘടനയ്ക്കകത്ത് ഒരു കുറുമുന്നണി രൂപപ്പെടുന്നു. ആ കുറുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് പിന്നെ ഈ സംശയാസ്പദമായ ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ നേരത്തെ സുതാര്യമല്ലാത്ത ചരിത്രമുള്ള ഒരു സംഘടനയ്ക്കകത്തേക്ക് പണം പിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംഘടനയ്ക്കകത്ത് രൂപപ്പെടാനുണ്ടായ കാരണം. ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായാണ് പണമെന്നാണ് DMC വ്യക്തമാക്കുന്നത്. സഹായ സമിതിയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കൂ എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം അവസാനിക്കുമെന്നാണ് മറുപക്ഷത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ദൗത്യം തുടരുമെന്ന് ഇരുവിഭാഗവും വ്യക്തമാക്കി. 24 ഡൽഹി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് യുവതി ഹാജരായത്. നടന്ന വിവാഹ തട്ടിപ്പാണെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും പിതാവ് പ്രതികരിച്ചു.
പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP സാജു കെ എബ്രഹാമിന്റെ ഹർജി പ്രകാരമാണ് കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പറവൂരിൽ നിന്ന് രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ പെൺകുട്ടി 1.5 മണിക്കൂറോളം വിശദമായി മൊഴി നൽകി. സംഭവത്തിൽ വിവാഹ തട്ടിപ്പാണ് നടന്നതെന്നും ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ല എന്നും പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നും പിതാവ് പറഞ്ഞു. ഇപ്പോൾ ഉള്ള കേസന്വേഷണം നല്ല ദിശയിൽ ആണ് പോകുന്നത്. അതിൽ കോഴിക്കോട് ACP, കമ്മീഷണർ, IG ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ ചെയർമാൻ ഇതൊക്കെ നല്ല രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നീതിക്കായുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകിയ 24-ന് നന്ദിയെന്നും പിതാവ്. 24 പോലുള്ള ചാനലുകളാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങളോടുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കേസിൽ നടപടി നേരിട്ട സീനിയർ CPO ശരത് ലാലിനെ പ്രതി ചേർക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. വിദേശത്തേക്കു കടന്ന പ്രതി രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 24 കോഴിക്കോട്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസിൽ 1-ാം പ്രതി രാഹുൽ P. ഗോപാലിനെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച പന്തീരാങ്കാവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലാണ് കോഴിക്കോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കേസിൽ 5-ാം പ്രതിയാണ് ശരത് ലാൽ. അബദ്ധം പിടഞ്ഞ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. കമന്റ് ബോക്സിൽ പരിഹാസവും വിമർശനവും ഉയർന്നതോടെ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു. കേരളത്തിൽ 2 ദിവസമായി പെയ്യുന്ന തകർത്ത മഴ കണ്ടിട്ടാവണം കേരളത്തിന് പുറത്ത് എവിടെയോ ഇരുന്നുള്ള കേന്ദ്രമന്ത്രിയുടെ വിലാപം. ഒന്നര മണിക്കൂറിലെ മഴയിൽ മുങ്ങിയ തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് തലസ്ഥാന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വല്ലതും പറഞ്ഞോ എന്നാരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയേണ്ടേ എന്ന് തോന്നിയിട്ടുണ്ടാവണം. ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ ചേർത്തൊന്ന് പൊലിപ്പിച്ചു. പക്ഷെ പോസ്റ്റ് ഇട്ട ആദ്യ മിനിറ്റിൽ തന്നെ സംഭവം കയ്യിന്നുപോയി. കമന്റ് ബോക്സിൽ പൊങ്കാല, ട്രോൾ മഴയിൽ റെഡ് അലേർട്ട്. ട്രോളുകളും പരിഹാസവും വിമർശനവുമായി രാഷ്ട്രീയ പ്രതിയോഗികളും കളം നിറഞ്ഞു. ഇപ്പോൾ കണ്ടത് 2018 സിനിമയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്കിങ്ങോട്ട് വന്നാൽ പൂർണ്ണ ബോധം പോകാതെ രക്ഷപ്പെടാമെന്ന് മന്ത്രി V. ശിവൻകുട്ടിയുടെ പരിഹാസം. തിരുവനന്തപുരത്തിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ജൂൺ 4-ന് മനസ്സിലാവുമെന്ന് T. സിദ്ദിഖ് MLA. ഇനിയിപ്പോ ഇതെങ്ങാനും കണ്ടിട്ടാണോ എന്തോ എന്ന് 2018 സിനിമയിലെ പ്രളയരംഗം പങ്കുവെച്ച് മേയർ ആര്യ രാജേന്ദ്രൻ. ആടുജീവിതം കണ്ടിട്ട് കേരളം മരുഭൂമിയായി എന്ന് പറയുമോ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെയെന്ന് VK പ്രശാന്ത് MLA. പെരുമഴയെത്തും ഏറലായെന്ന് മനസ്സിലായതോടെ കേന്ദ്രമന്ത്രി പോസ്റ്റ് മുക്കി. പക്ഷേ ഇനി അവന്റെ വരവാണ്. സ്ക്രീൻഷോട്ടുകളുടെ. 24 തിരുവനന്തപുരം. ന്യൂസിലേക്ക് തിരികെ. പിടിയിലായത് മുഖ്യ സൂത്രധാരൻ. കൊച്ചി അവയവക്കടത്തിൽ പിടിയിലായ സാബിത് നാസർ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ്. പണമിടപാട് സംബന്ധിച്ച നിർണായക രേഖകൾ കണ്ടെത്തി. കൊച്ചി സ്വദേശിയായ സാബിത്തിന്റെ സുഹൃത്തിനായി അന്വേഷണം തുടങ്ങി. 24 എക്സ്ക്ലൂസീവ്. അവയവം സ്വീകരിക്കാനുള്ളവരെയും നൽകാനുള്ളവരെയും കണ്ടെത്തുന്നത് സാബിത്താണ്. 30 മുതൽ 40 ലക്ഷം രൂപ വരെ പറഞ്ഞുറപ്പിക്കും. ശേഷം ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതാണ് രീതി. ക്രിപ്റ്റോ കറൻസി വഴിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാബിത്ത് കേവലം ഇടനിലക്കാരനല്ല, മുഖ്യ സൂത്രധാരനാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ആളുകളെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. സാബിത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. രാജ്യവ്യാപക അന്വേഷണം വേണ്ട കേസായതിനാൽ കേന്ദ്ര ഏജൻസികൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
CPIM-നോടുള്ള സമീപനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത തുടരുന്നു. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർക്ക് പത്രത്തിലെ ലേഖനത്തിലൂടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുസ്തഫ മുണ്ടുപാറ മറുപടി നൽകി. സുപ്രഭാതത്തിന് നയമാറ്റം സംഭവിച്ചിട്ടില്ലെന്നും വാർത്തയിലും പരസ്യത്തിലും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് നയം എന്നുമാണ് മറുപടി. സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുപ്രഭാതത്തിന് നയമാറ്റം വന്നതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നായിരുന്നു മുഷാവറ അംഗവും ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവിയുടെ വിമർശനം. എന്നാൽ എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുക എന്ന നയത്തിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുടെ പരസ്യം പത്രം പ്രസിദ്ധീകരിച്ചത് എന്നാണ് പത്രത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുസ്തഫ മുണ്ടുപാറയുടെ മറുപടി. പാണക്കാട് ഹൈദരലി തങ്ങളുടെ കാലത്ത് രൂപീകരിച്ച നയത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും മുസ്തഫ മുണ്ടുപാറ ഇന്ന് സുപ്രഭാതം പത്രത്തിലെഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരിൽ നിന്നും തീയതി ഉറപ്പിച്ച ശേഷമാണ് മറ്റു അതിഥികളെ ക്ഷണിച്ചത്. സമസ്ത മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നദവിയുടെ വിമർശനത്തിൽ ഇന്നലെ നേതൃത്വം വിശദീകരണം ചോദിച്ചിരുന്നു. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് സമസ്ത ആവശ്യപ്പെട്ടത്. സുപ്രഭാതം ഗൾഫ് എഡിഷൻ പരിപാടിയിൽ നിന്ന് ലീഗിനൊപ്പം ബഹാവുദ്ദീൻ മുഹമ്മദ് നദവിയും വിട്ടുനിന്നിരുന്നു. 24 തിരൂർ. ഗവർണർ ഒപ്പുവയ്ക്കാത്ത തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതം കൂട്ടാനായിരുന്നു ഓർഡിനൻസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വൈകാൻ സാധ്യതയുള്ളതിനാൽ ബില്ല് കൊണ്ടുവരുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഓർഡിനൻസിൽ പ്രതിപക്ഷം പരാതി അറിയിച്ചാൽ കേൾക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പിന്നാലെ രാജ്ഭവൻ അയച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തരണമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് മടക്കി. സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാൻ ജൂൺ 10 നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനായി സർക്കാർ ആലോചിക്കുകയാണ്. ഗവർണർ ഒപ്പിടുന്നതിന് മുൻപ് നിയമസഭ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ ഓർഡിനൻസ് നിലനിൽക്കില്ല. പിന്നീട് ബില്ലായി കൊണ്ടുവരേണ്ടി വരും. ബജറ്റ് പാസാക്കാനുള്ള സമ്മേളനമായതുകൊണ്ട് ബില്ല് കൊണ്ടുവന്ന് പാസാക്കാനുള്ള സമയവും ഇല്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസ് പരിഗണിക്കുന്നത് പോലും ശരിയല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. I have not looked into the merits of the ordinance simply because code of conduct is still in force and ordinance came. Therefore, without looking into the merits, an advice has gone that please, if you send any ordinance, first seek clearance from the election commission. ഓർഡിനൻസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വൈകാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതിനാൽ വിഷയം ബില്ലായി കൊണ്ടുവരുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുതുക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയിലെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പുതുക്കിയ ഉത്തരവ്. പുതുക്കിയ ഉത്തരവ് പ്രകാരം ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടറുള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റുകളും 2 മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ ഉള്ള ഓഫീസുകളിൽ 80 ടെസ്റ്റുകളും നടത്താം. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്താനും അനുമതിയുണ്ട്. ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ സ്ഥലത്തുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ റെക്കോർഡ് തിളക്കത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ക്ലോസിംഗിൽ സെൻസെക്സ് 1196 പോയിന്റും നിഫ്റ്റി 369 പോയിന്റും ഉയർന്നു. ബാങ്കിംഗ്, ഓയിൽ, ഓട്ടോ ഓഹരികളുടെ കുതിപ്പിലാണ് വിപണികൾ ഇന്ന് റെക്കോർഡ് ക്ലോസിംഗിലെത്തിയത്. വ്യാപാരാന്ത്യത്തിൽ സെൻസെക്സ് 75,418ലും നിഫ്റ്റി 22,967 പോയിന്റിലുമായിരുന്നു. റെക്കോർഡ് നേട്ടത്തിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം മുതൽ വിപണികൾ റെക്കോർഡ് കുതിപ്പിലായിരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ നിക്ഷേപകർ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. ആഭ്യന്തര നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് വിപണിക്ക് ഇന്ധനമായി. റിസർവ് ബാങ്ക് റെക്കോർഡ് ലാഭവിഹിതമായ 2.11 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിന് കൈമാറുമെന്ന പ്രഖ്യാപനം വന്നത് ബാങ്കിംഗ് മേഖലയ്ക്കടക്കം ഉണർവുണ്ടാക്കി. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ധനനയ റിപ്പോർട്ടിൽ പലിശ നിരക്ക് കൂട്ടിയേക്കുമെന്ന സൂചനകൾ കൂടി വന്നതോടെ സാഹചര്യങ്ങളെല്ലാം വിപണിക്ക് അനുകൂലമാവുകയായിരുന്നു. ക്യാപിറ്റൽ ഗുഡ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, ഓട്ടോ മേഖലകൾ ലാഭം കൊയ്തപ്പോൾ മെറ്റൽ, FMCG, ഹെൽത്ത് കെയർ ഓഹരികൾക്ക് നഷ്ടം നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ മൂല്യം $5 ലക്ഷം കോടി കടന്നത്. വെറും 6 മാസത്തിലാണ് വിപണി മൂല്യം $1 ലക്ഷം കോടി കടന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണികൾക്ക് നല്ല കാലം പ്രവചിക്കുകയാണ് വിദഗ്ധരും. ഫൈനാൻഷ്യൽ ഡെസ്ക് 24.
പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.